വലിയഴിക്കൽ ലൈറ്റ് ഹൗസ് നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞാനിപ്പോൾ ആരംഭം കുറിക്കുന്നത്. ഇനി വലിയഴിക്കൽ പാലം, ഇത് ബസ് സ്റ്റാൻഡ്, വലിയഴിക്കൽ ബസ് സ്റ്റാൻഡ് ശ്രീ ബാലസുബ്രഹ്മണ്യ ദേവസ്വം വഴിയിരിക്കൽ ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിനുള്ള വഴിയാണിത്. ഇവിടെ ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഒരു KSRTC ബസ് നമുക്ക് സൈഡ് തരുന്നതിന് വേണ്ടിയാണ് അവിടെ നിർത്തിയിട്ടിരുന്നത്. ഏതായാലും അവരുടെ ഒരു നല്ല മനസ്സാണ് എൻ്റെ വാഹനം കടത്തിവിടാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തത്. ഇത് വലിയഴിക്കൽ പാലമാണ്. ഇത് ലൈറ്റ് ഹൗസ് നിൽക്കുന്ന സ്ഥലമാണ്. ഇത് വലിയഴിക്കൽ പാലം. വലിയഴിക്കൽ പാലം നിർമ്മാണം കഴിഞ്ഞിട്ട് കുറേ നാളുകളെ ആയിട്ടുള്ളൂ. എങ്കിലും അതൊരു നല്ല ദൈർഘ്യമുള്ള ഒരു റോഡാണ്. ഈ റോഡിൽ 2 വാഹനങ്ങൾ പോകാനുള്ള ആവശ്യത്തിനുള്ള സൗകര്യങ്ങളും പിന്നെ മറുസൈഡിൽ കൂടെ നടക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പാലം നല്ല രസമുള്ള പാലമാണിത്. കാണാൻ കണ്ണിന് കുളിർമയും മനസ്സന്തോഷവും കിട്ടുന്ന ഒരു പാലമാണ്. ഈ പാലത്തിൻ്റെ തുടക്കമാണിത്. മറു സൈഡിലാണെങ്കിൽ കായലും കടലും ചേരുന്ന ഒരു സ്ഥലമാണ്. ഈ സൈഡിൽ കായലാണ് കാണുന്നത്. പാലത്തിൻ്റെ തുടക്കമാണിത്. അങ്ങേക്കരയും കായൽ, ആ സൈഡിൽ കായലും കടലും ചേരുന്നൊരു ഭാഗമാണ്. ഈ പാലം വളരെ മനോഹരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇത് ലൈറ്റ് ഹൗസ് ആ ഭാഗത്താണ് കാണുന്നത്. മനോഹരമായ ഈ പാലം നിങ്ങൾക്ക് കാണുവാൻ ഒരു സൗകര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏതായാലും ഈ യൂട്യൂബ് ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്നും പറയുകയാണ്, അപേക്ഷിക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിനകത്തിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം യൂട്യൂബ് കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ഇടുകയും ചെയ്യുന്നതിനകത്ത് എനിക്ക് സന്തോഷമുള്ളൂ. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാലാണെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് കമൻറ്റ് ഇട്ടാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ.